സുന്ദരീസ്, നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 8 രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാണാൻ പോണത് കുറച്ച് ഓണം ഔട്ട്ഫിറ്റ്സ് ആണ്. പക്ഷെ സാരി അല്ല കേട്ടോ, സാരിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നത് നമുക്ക് കുറച്ച് തുണി എടുത്ത് തുന്നാൻ പറ്റുന്നതും അതല്ലാണ്ട് ധാവണി അങ്ങനത്തെയൊക്കെയാണ്. അങ്ങനെ നമുക്ക് എങ്ങനെ തുന്നി എടുക്കാം എന്നുള്ളതാണ്. ഇനിയും കുറച്ച് സമയമുണ്ട്, വേഗം തുന്നാൻ കൊടുത്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ധാവണി കാണാം. കാരണം സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് കുട്ടികൾക്കാണെങ്കിലും കുറെ പേർക്ക് ധാവണി പ്രിഫർ ചെയ്യുന്നവരുണ്ട് അല്ലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. പ്രണതി എന്ന് പറഞ്ഞുള്ള സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. ഓറഞ്ചും അതേപോലെ തന്നെ മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ബ്ലൗസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതേപോലെ ചെയ്യിപ്പിച്ചതാണ്. ബ്ലൗസ് എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റൈൽ ഒന്ന് നോക്കി വെക്കും. ഞാൻ എന്തായാലും ഇവിടെ വീഡിയോ കാണിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും സാരി ബ്ലൗസ് ആണെങ്കിലും ശരി, ധാവണി ബ്ലൗസ് ആണെങ്കിലും ശരി, ഈവൻ ചുരിദാറിന്റെ നെക്ക് ആണെങ്കിലും ഇതേപോലെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ഫ്രണ്ടിൽ സ്കാലപ്പും അതേപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പട്ട പോലെയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനാ. ഓറഞ്ചും മെറൂണും നല്ല രസമായി വന്നിട്ടില്ലേ. പിന്നെ ഇതിന്റെ സ്കേർട്ടും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിറയെ പ്ലീറ്റ്സ് ഇട്ട് തുന്നിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ താഴെ ക്യാൻ സ്കേർട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറൂൺ കളറിൽ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അതൊരു കാഞ്ചി കോട്ടൺ മെറ്റീരിയൽ ആണ് ഉള്ളത്. നമുക്ക് സാരി ഉണ്ടെങ്കിൽ ഇതേപോലെ വെട്ടി തുന്നാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതേപോലെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിച്ചു തുന്നാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ബ്ലൗസിനാണെങ്കിൽ 1 മീറ്റർ ഫാബ്രിക് എടുക്കാം. 1 മീറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 3/4 സ്ലീവ്സ് വരെയുള്ളത് തുന്നാൻ പറ്റും. പിന്നെ വന്നിട്ട് സ്കേർട്ടിനാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 മീറ്റർ വേണം കേട്ടോ. എന്നാലും നല്ല ഫ്ലെയറിൽ നമുക്ക് തുന്നാൻ പറ്റുള്ളൂ. പിന്നെ ദുപ്പട്ടയ്ക്കാണെങ്കിൽ 2.25 to 2.5 മീറ്റർ നമുക്ക് നോക്കി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അടുത്ത ധാവണി, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് പാറ്റേൺ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടി കാണിക്കുന്നത്. ഇതും നമുക്ക് ഇങ്ങനെ ഓണത്തിന് സാരി ബ്ലൗസ് ഒക്കെ തുന്നുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാവുന്ന കേട്ടോ. നിറയെ പഫായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പഫ് സ്ലീവ്സ് ആണ്. താഴത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നിൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 1, 2, 3, 4 ഇഞ്ച് മാത്രമേ ബാക്കിൽ ബാക്കിയുള്ളൂ. അത്രയും കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ വീനെക്ക് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. നല്ല വെറൈറ്റി ലുക്ക് ഉണ്ടാവും. ഈവൻ ഇഫ് ധാവണി സിമ്പിൾ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കുറച്ചിങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ധാവണിയാണ്. ഇത് അധികം കാണാത്തൊരു കോമ്പിനേഷൻ കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ സാരി വെട്ടി തുന്നിയിട്ടുള്ള ഒരു സൽവാറാണ്. ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാരിയാണ് കേട്ടോ. കാഞ്ചി കോട്ടൺ എന്ന് പറയില്ലേ, ആ ഒരു മെറ്റീരിയൽ തന്നെയുള്ള സാരിയാണ് ഇത്. നമ്മൾ എന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ നെക്ക് കണ്ടോ, പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവ്സ് ആണ്. ഇതിപ്പോ എഗെയിൻ ട്രെൻഡിലുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല ട്രെൻഡിലുള്ളതാണ് ഇപ്പൊ ഈ ഇങ്ങനത്തെ സൽവാർസ് ഒക്കെ. ഈ വർഷം നല്ലോണം ഉണ്ട്. പണ്ടത്തെ നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ ജ്യോതികൊക്കെ ഇട്ട് കാണാം. പിന്നെ പണ്ട് നമ്മുടെ നാട്ടിലും അത്യാവശ്യം ട്രെൻഡിലുണ്ടായിരുന്നത് തന്നെയാണ്. എഗെയിൻ ഇങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പറയില്ലേ, ഫാഷന്റെ കാര്യം പറയുമ്പോൾ ഒന്നും ഇങ്ങനെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. എല്ലാം ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇക്കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഔട്ട്ഡേറ്റഡ് ആണ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഇപ്പോഴും ഫാഷനിലുള്ള സാധനം തന്നെയാണ്. നമ്മളങ്ങ് ഇട്ട് തുടങ്ങിയാൽ മതി. പണ്ടത്തെ ആണെങ്കിലും അത് പിന്നെയും ഫാഷൻ ആയിക്കോളും. നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ഇതില് ബാക്കിൽ സിബിന് പകരം കെട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നന്നായി വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നിൽ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലും ഉണ്ടാവും. നല്ല രസം അത് കാണാൻ. എനിക്ക് ഒരു ഡിഫറെന്റ് ലുക്കായിട്ട് ഫീൽ ചെയ്തു. ഇതന്നെ നമ്മൾ സ്ലിറ്റിന്റെ അവിടെയും കെട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് 2 കെട്ട് വേണം. സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ കൂടും കേട്ടോ. പിന്നെ സാരിയുടെ പട്ടയുണ്ടല്ലോ, അത് ഞാൻ 2 പട്ട ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മള് നല്ല സുഖമാണ് ഇടാനായിട്ട്. ടോപ്പില് സ്ലീവ്സില് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ. ടോപ്പില് ബാക്കി ഭാഗത്ത് മാത്രമാണ് ലൈനിങ് ഉള്ളത്. പിന്നെ ദുപ്പട്ടയും സാരിയുടെയും തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലെഗിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ കാണിക്കാം. പക്ഷെ ലെഗിങ്സ് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും വിചാരിച്ചതേ ലെഗിങ്സിന് പകരം എന്താ ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിൽ പിങ്ക് കളർ എടുത്തിട്ട് ഇത് ഞാനിനി ഉപയോഗിക്കുന്നില്ല. ഇത് തന്നെ ഞാൻ വിചാരിക്കുന്നത് പിങ്ക് കളറിൽ ഡൈ ചെയ്തെടുക്കാന്ന്. എൻ്റെ കയ്യിൽ ഡൈ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ പിങ്ക് കളറിൽ തുണി എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യും. തുന്നാൻ സമയമില്ലാതെ പണ്ടൊക്കെ ഞാൻ എത്ര തുന്നിയത്. ഇത് ഞാൻ 2-3 വർഷം മുമ്പത്തെ തുന്നിയ ഒരു സിഗരറ്റ് പാൻസ് ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് അങ്ങനെ കുത്തിയിരുന്ന് തുന്നാൻ സമയവും ഇല്ല, മടിയാണ്. തുന്നാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ല ക്ഷമയും വേണം, നല്ല ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സ്പേസും വേണം നമുക്ക്. ഇനി ഉണ്ടല്ലോ അതെ ഇങ്ങനത്തെ സാരി കുറേ പേരുടെ കയ്യിലുണ്ടാവും. ഇങ്ങനെ
സ്ട്രൈപ്സ് ആയിട്ടുള്ളത് അത് നമ്മളിങ്ങനെ കുറെ തവണയൊക്കെ ഉടുത്ത് മടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു 3 വഴികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ കോട്ട് സെറ്റ്. നമുക്ക് ഇതുണ്ടല്ലോ, ഇതിപ്പോ എത്ര വേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാന്റിന് ഒരു 2 മീറ്റർ കഷ്ടി മതി കേട്ടോ, ടോപ്പിന് 1 മീറ്റർ മതി. ഇത് കണ്ടോ, ഇങ്ങനെ വേസ്റ്റ് കോട്ട് ആയിട്ട് തുന്നിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇടണം. പിള്ളേർക്കെന്ന് മാത്രമല്ല കുറെ പേർക്ക് ഈ സാരിയും സൽവാറൊന്നും വേണ്ട, ഒരു ഡിഫറെന്റ് ലുക്ക് ആയിട്ട് വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കോട്ട് സെറ്റ് നല്ല ഓപ്ഷനാണ്. ഈ സ്ട്രൈപ്സ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൊക്കം തോന്നിക്കും. പിന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഒരു പോണിറ്റെയിലൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ബട്ടൺ അല്ലെങ്കിൽ ഹുക്ക് വെച്ച് തുന്നാവുന്നതാണ്. ഇത് ഹുക്കാണ് കേട്ടോ. ഏത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പട്ടുപാവാട തുന്നാം. ഇതിപ്പോ ഇമ്മക്കുട്ടിക്ക് എന്താ പട്ടുപാവാടയുടെ ടോപ്പ് തുന്നിയിട്ടുണ്ട്, പാവാട ഓൾറെഡി ഇമ്മുന്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് പെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ടോപ്പായിട്ട് പട്ടുപാവാടയുടെ ടോപ്പ് തുന്നാം. അതല്ലെങ്കിൽ ധാവണി കണ്ടോ, സ്കേർട്ട് അതുപോലെ ബ്ലൗസ് കേട്ടോ. ബ്ലൗസിൽ ചെറിയ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതേപോലെ ദുപ്പട്ട ഇതിന്റെ ഒപ്പം ഒന്നില്ലെങ്കിൽ മേടിക്കാം നമുക്ക്, അല്ലെങ്കിൽ സാരിയുടെ തന്നെ വെട്ടിയെടുക്കാം. ധാവണി അടിപൊളിയാണ്. ഇനി അതും അല്ലെങ്കിൽ ഈ കുർത്ത നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്ത തുന്നാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെവി ആയിട്ട് വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിലും സൂപ്പർ ആയിരിക്കും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഹാൻഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ സിമ്പിൾ കുർത്തയായിട്ടും തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സാരി കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ തവണയും നമുക്ക് ഇങ്ങനെ പുതിയ ഉടുപ്പ് മേടിക്കണം എന്നില്ല. സാരി കൊടുത്ത് അങ്ങനെ മടുത്തിട്ടുണ്ട്, ഇനി അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. അതല്ലെങ്കിൽ സാരി വെട്ടാൻ മടിയുള്ള കുറെ പേരുണ്ട്. അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ എടുക്കാം കേട്ടോ. അടുത്തൊരു ഓപ്ഷൻ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇപ്പൊ ഇതാ ഇങ്ങനത്തെ ബ്രൊക്കേഡ് ഒരുപാട് ട്രെൻഡിലുള്ളതാണ്. ഞാൻ എന്താ റെഫറൻസസ് കാണിക്കാം. സാനിയ അയ്യപ്പൻ ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടിനും മുന്നേ അതിഥി റാവു, റോ മാംഗോന്റെ ആണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ ഇങ്ങനത്തെ സൽവാസ് കുറെ എണ്ണം ഉണ്ടായിരുന്നു. കോൺട്രാസ്റ്റ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത മെറ്റീരിയൽ ആണ് ഇത്, ബ്രൊക്കേഡിന്റെ. 2.5 മീറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാരണം ഇമ്മക്കുട്ടിക്ക് ഞാൻ ഇതേപോലെ തന്നെ തുന്നിച്ചു കേട്ടോ. ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് തന്നെ 500-600 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് 1200 രൂപ കണക്കാക്കാം ടോപ്പിന് വേണ്ടിയിട്ട്. ഇത് കുറച്ച് വിലയുള്ള മെറ്റീരിയലാണ് കേട്ടോ. പാന്റ് പക്ഷെ അങ്ങനെയല്ല, 2 മീറ്ററിന് എനിക്ക് തോന്നുന്നു 200 രൂപയുടെ, അപ്പോൾ 400 രൂപയുണ്ട്. പിന്നെ ദുപ്പട്ട അധികം വിലയില്ല കേട്ടോ, 30 രൂപ 35 രൂപയുടെ സാധാരണ നെറ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ലേസ്. അപ്പൊ എങ്ങനെ പോയാലും ടോട്ടലി നമുക്കൊരു 2000 രൂപ ചെലവാകും മെറ്റീരിയൽ മൊത്തത്തിൽ എടുത്തു വരുമ്പോൾ. പിന്നെ തുന്നൽ ചാർജ്, അത് സ്റ്റിച്ചിങ് ചാർജ് നമ്മളല്ല തുന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചാർജ് എന്തായാലും എനിക്ക് തോന്നും ടൗണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ചുരിദാർ തുന്നാനായിട്ട് അറൗണ്ട് 1000 രൂപ മേടിക്കുന്നത്. പക്ഷെ നല്ല പാറ്റേണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ശരത്തിന്റെ കല്യാണത്തിന്, നമ്മുടെ യൂട്യൂബർ ശരത്തുണ്ടല്ലോ, അവന്റെ കല്യാണത്തിന് ഞാൻ ഇതിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഓണം ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം ഹൗസ് വാമിങ് അങ്ങനത്തെ ഒക്കത്തിന് നമുക്ക് ഇടാം. എല്ലാവർക്കും സാരി ഉടുക്കണം എന്നുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്കിത് ഈസിലി സ്റ്റൈൽ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ ഈ മുക്കുട്ടിക്ക് ചുരിദാർ പോലെ തുന്നിയെടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഓപ്ഷൻ വന്നിട്ട് എഗെയിൻ ടീനേജ് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കോട്ട് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ബേസ് കോട്ടിന്റെ, അത് തന്നെ പകരം നമ്മൾ സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാമിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ എന്നുള്ളതാണ്. ഇത് രസമായിട്ട് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള, ഈ ഹാൻഡ് പെയിന്റിൽ ത്രെഡ് വർക്കും കൂടി വന്നപ്പോൾ അടിപൊളി കേട്ടോ. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, പിള്ളേർക്ക് ഇഷ്ടമാവും. പട്ടുപാവാടയ്ക്ക് പകരം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വേണമെങ്കിൽ നല്ല ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സൽവാറാണ്. ഇത് ബാമിനി തന്നെ ഉള്ളതാണ്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്റ്റിച്ചിങ് എന്തായാലും ചാർജ് ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു അത് അതിനുള്ള എഫേർട്ടും ഉണ്ട്. നമുക്കത് ഒരിക്കലും കുറവാന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ തുന്നുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ തുന്നിയിരുന്നതാണ്. ഇപ്പോഴും ഞാൻ തുന്നു കേട്ടോ. പക്ഷെ മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാരി എന്ന് വെച്ചാൽ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ബോർഡർ തുന്ന അങ്ങനെയൊക്കെ. അതിനെക്കാട്ടും കൂടുതൽ അതിന്റെ ബ്ലൗസ്, പിന്നെ അനാർക്കലി, സെൽവാഴ്സ്, ബാക്ക് സിബിൽ മറ്റേ ഇതുണ്ടല്ലോ കൺസീലർ സിബ് വെക്കുക, പിന്നെ ഒരു 5-5.5 മീറ്റർ വെച്ചിട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട്, പ്രിൻസസ് കട്ട് ടോപ്പ്, അങ്ങനെ ഒരുവിധം എല്ലാം തുന്നിയിരുന്ന ഞാൻ. അപ്പൊ എനിക്ക് അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുന്നണേന്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചാർജ്
എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞ് അപ്പൊ നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കണം. അവരിങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ മോഡലിലുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ കഴിവാണ് എങ്ങനെ നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഒരു സാഡ് പാർട്ട് എന്താണെന്ന് പറയുക, ടൗണിൽ തന്നെ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് തുന്നിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഞാനിത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ തന്നെയല്ലേ തുന്നിയിരുന്നത്. അപ്പോൾ എന്റെ പ്രതീക്ഷ എന്താ, ഞാൻ തുന്നാൻ കൊടുക്കുമ്പോഴും ആ ഒരു രീതിക്ക് തുന്നിത്തരും. ഞാൻ പുറത്ത് കൊടുത്ത് ശീലമേ ഇല്ല. കാരണം എനിക്ക് കോളേജിൽ പഠിക്കണേക്കാട്ടിന് മുന്നേ മുതൽ ഞാൻ തന്നെയാണ് തുന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്റെ കല്യാണത്തിന്റെയും അതിനുശേഷമുള്ളതൊക്കെ ഇപ്പൊ ഈ അടുത്താണ് ഞാൻ തുന്നാൻ പുറത്ത് കൊടുത്തു തുടങ്ങിയത്. സിബൊക്കെ വെക്കുമ്പോണ്ടല്ലോ ഇവിടം വരെ വെക്കുള്ളൂ, കൺസീലർ സിബ്. അപ്പൊ നമുക്ക് ഷേപ്പിൽ, ഇതിപ്പോ ഞാൻ അത്യാവശ്യം ഷേപ്പിലൊക്കെ ഇങ്ങനത്തെ തുന്നുമ്പോ എന്താന്ന് വെച്ചാൽ കടക്കില്ല. ഞാൻ എപ്പോഴും പിന്നെ പറയും സിബ് അടി വരെ വെക്കണം, എന്നാലേ നമുക്ക് കൈ കടക്കുള്ളൂ. അതുപോലെ തന്നെ ബ്ലൗസ് തുന്നുമ്പോ ഉണ്ടല്ലോ ഷോൾഡർ നമ്മൾ ഇത്ര വെക്കില്ല, സെൽവാഴ്സ് അല്ലേ ഇത്ര വെക്കുന്നത്. അപ്പൊ നമ്മൾ തിന്നായിട്ടുള്ള ആ ഒരു ഷോൾഡർ നല്ല രസമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1.5 ഇഞ്ചൊക്കെ മതി. പക്ഷെ ഞാൻ പറഞ്ഞാലും ചിലരത് അത് പോരല്ലോ അങ്ങനത്തെ രീതിയിൽ ഭയങ്കര പാടാണ്. നമ്മൾ മെഷർമെന്റ്സ് വരെ പറയുമ്പോൾ അവർക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൂടെ നിന്ന് ചെയ്യിപ്പിച്ചെടുത്ത സൂപ്പർ അടിപൊളി പീസുകൾ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് അടിപൊളിയാണ് കേട്ടോ. ഇത് ആര്യൻസ് ബൊട്ടീക്ക് എന്ന് ചെയ്തിട്ടുള്ളതാണ്. നല്ല സൂപ്പർ ബ്ലാക്ക് സ്കേർട്ട്. എല്ലാവർക്കും ബ്ലാക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ബ്ലാക്ക് അങ്ങനെ ഓണത്തിലൊന്നും നമ്മൾ യൂസ് ചെയ്ത് കാണുന്ന ഒരു കളർ അല്ലല്ലോ. പക്ഷെ എനിക്കിഷ്ടാട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ബ്ലാക്ക് ധാവണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ തുന്നിയ സ്കേർട്ടും ടോപ്പും വെച്ചിട്ട്. ഇതിനെ നൂല് പോയാ അങ്ങനെ വലിക്കണ്ട, സെറ്റാക്കി വെക്കാം നമുക്ക്. കഴിഞ്ഞ വർഷവും നമ്മൾ ബ്ലാക്ക് ഒരു ധാവണി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കോഴ്സെറ്റ് ആണ്, കോഴ്സെറ്റ് ടോപ്പായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിന് പിന്നിൽ നോക്കുകയാണെങ്കിൽ സിബിന്റെ കാര്യം നോക്കാം. സിബ് ഇത് എങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതായത് പിന്നിന്ന് ഇങ്ങനെ തുറന്നിട്ട് അപ്പൊ ഇവിടെ ഓപ്പൺ ആവും, എന്നിട്ട് നമുക്ക് അടയ്ക്കാം. തിരിച്ചാ നമ്മൾ വെച്ചിരുന്നേന്ന് വിചാരിക്കും. അതായത് സിബ് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ടൈറ്റ് ആയിരിക്കും, ഇത് ഇങ്ങനെയാവും ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൈ കടത്താനും ഊരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കൽ ഏതൊരു ബൊട്ടീക്കിന്റെ വർക്ക് ചെയ്തപ്പോ ഇത് പറഞ്ഞ പോലെ അവർ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ എന്താ മനസ്സിലാവാത്ത. മേ ബി തുടക്കമാകുമ്പോഴാവും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത. സിബ് വെക്കണേലും അതേപോലെ ഷേപ്പ് ചെയ്യണേലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക്, നല്ല മാസ്റ്റേഴ്സിനൊക്കെയാണ് അത് അടിപൊളിയായിട്ട് മനസ്സിലാവാം. സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. കോഴ്സെറ്റ് ടൈപ്സ് നമുക്ക് പട്ടുപാവാടയുടെ ഒപ്പവും അതേപോലെ തന്നെ ധാവണിയുടെ ഒപ്പവും, ഇത് ഞാൻ സാരിയുടെ ഒപ്പവും സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ 2 അനാർക്കലീസ്. ഇത് നമുക്ക് സാരി വെട്ടിയിട്ട് തന്നെ തുന്നാവുന്നതാണ്. നമ്മളവിടെ ബുട്ടീക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വലിയ മാലയൊക്കെ ഇടാം. അതേപോലെ തന്നെ സ്ലീവ്സ് കണ്ടോ, അതിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, കസവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിന്റെ അറ്റത്തും ഇതേ കണ്ടോ വലിയൊരു കസവാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിറയെ പാനൽസ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ അടുത്ത അനാർക്കലി നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഇതിലാണെങ്കിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവും. നമ്മളിങ്ങനെ സാധാരണ അങ്ങനെ ഒരെണ്ണം മേടിച്ചിടുന്നതിനെക്കാളും യുണീക്ക് ലുക്ക് ഉണ്ടാവും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതിന് മെനക്കെടാം. അപ്പൊ എന്നെ പോലെയുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ഇഷ്ടപ്പെടും. എനിക്കിങ്ങനെ ഇപ്പം അത്രയില്ല, പക്ഷെ പണ്ട് എനിക്ക് ഭയങ്കര പ്രാന്തായിരുന്നു. യുണീക്ക് ആയിട്ടുള്ള സാധനം വേണം. അതുകൊണ്ടാണ് ഞാൻ മെനക്കെട്ട് തുണിയെടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ കാരണം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഞാൻ തന്നെ ഇടണമെന്നുള്ള നിർബന്ധം എനിക്ക് ഉണ്ടാവാൻ കാരണം, നമുക്ക് പുറത്ത് കൊടുത്ത് തുന്നിപ്പിക്കാവുന്ന പൈസ എന്തായാലും വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. അപ്പൊ മെറ്റീരിയൽ ആകുമ്പോ എന്താ, എനിക്ക് കുർത്തയ്ക്കൊക്കെ 1 മീറ്റർ മതി. 1 മീറ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ അന്ന് 50 രൂപയ്ക്കൊക്കെ കിട്ടണതാണല്ലോ 1 മീറ്റർ തുണിയൊക്കെ. പക്ഷെ ഞാൻ തന്നെ തുന്നുമ്പോൾ ചെലവില്ല. അപ്പൊ അത് വെച്ച് നമുക്കൊരു അടിപൊളി ടോപ്പ് കോളേജിലേക്ക് ഇടാനുള്ളത് കിട്ടും. അങ്ങനെയാണ് ഞാൻ ശരിക്കും തുന്നി തുടങ്ങിയത്. ഇതൊക്കെ ഭയങ്കര യുണീക്ക് നല്ലൊരു പീസാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നീടും നമുക്ക് ഓണം കഴിഞ്ഞാലും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ ഓരോ ഒക്കേഷൻസിനൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി റീയൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി പീസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂടാ. കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ഓണക്കോടിയായിട്ട് എടുത്തോ, എവിടെ നിന്നാണ് എടുത്തത്, ഇങ്ങനെ തുന്നിയതാണോ അതോ കടയിൽ നിന്ന് മേടിച്ചതാണോ അതോ ഓൺലൈനായിട്ട് മേടിച്ചതാണോ, അതെനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ ഓൺലൈനായിട്ട് മേടിക്കും. പിന്നെ ഇങ്ങനെ മെറ്റീരിയൽ എന്തായാലും നമ്മുടെ സ്ഥിരം കല്യാൺ, ജയലക്ഷ്മി, പുളിമൂട്ടിൽ അങ്ങനെ പാലസ് റോഡിലേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അവിടെ നിന്ന് എടുക്കും. പിന്നെ ഇപ്പൊ കോയമ്പത്തൂരൊക്കെ പോയപ്പോ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ഇല്ലേ, അതൊക്കെ അവിടെ നിന്ന്
എടുക്കും. മെറ്റീരിയൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഓൺലൈനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത്തവണ ഓണക്കോടി എടുത്തേ എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് മിക്കവാറും നമ്മുടെ ഓണം 3ാമത്തെ വീഡിയോ ആയിട്ട് തന്നെ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.